ബജാജിനെ പറ്റിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ബജാജിൽ വർക്ക് ചെയ്യുന്ന സാർമാരെ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാ വിളിക്കുന്നതെന്നുള്ളത് നിങ്ങൾ എന്നെ കേട്ട് നോക്ക്. വിളിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്താനും അത് പരിഹരിക്കാനും വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ ഓഫീസിലോട്ട് വിളിക്കുന്നത്. ഈ പരിഹരിക്കാന്നുള്ളത് ഏത് തരത്തിലാണ് എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ സെറ്റിൽമെന്റ് ചെയ്തിട്ട് പരിഹരിക്കാന്നുള്ളൊരു ഇതിലായിരിക്കും അവരെന്നെ വിളിക്കുന്നുണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ എന്റെ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ലോൺ എടുത്തിട്ടുണ്ടാവും, അവരൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞത്, നിലവിൽ എന്റെ പ്രശ്നമാണല്ലോ പ്രശ്നം, അത് പരിഹരിച്ച് തരാം, ബാക്കിയുള്ളവരുടെ കാര്യം അപ്പം നോക്കാം എന്നാണ് അവർ പറഞ്ഞത്. എന്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കേട്ട് നോക്ക്. അതിന്റേതായ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവരും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതിന് ആൻസർ കൊടുക്കാനായിട്ട് പറ്റാത്തത്? ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോണിന്റെ സകല ഡീറ്റെയിൽസ് പറഞ്ഞു തരേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു എക്സിക്യൂട്ടീവിന്റെ കടമയാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാത്ത പക്ഷം അത് കസ്റ്റമറിനെ ചൂഷണം ചെയ്യല്ല. ഒരു കാര്യം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. 4 ദിവസം മുമ്പ് സാർ ക്ലോസ് ചെയ്യുന്ന അമൗണ്ടിനെ പറ്റി അന്വേഷിക്കാൻ വന്നെങ്കിൽ 4 ദിവസം മുമ്പത്തെ അമൗണ്ട് അതറിയാം. 4 ദിവസം കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാൻ 4 ദിവസത്തെ ഇൻട്രസ്റ്റ് കൂടും. അമൗണ്ട് ക്ലോസ് ചെയ്തത് 23-ാം തീയതിയാണ്. ഞാൻ 21-ാം തീയതി ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് ആപ്പ് വഴി എനിക്ക് ലോൺ അടയ്ക്കാനായിട്ട് അറിയത്തില്ല, ഞാൻ ബാങ്ക് ത്രൂ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ വിളിച്ചത്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ആദ്യം ആപ്പ് വഴി ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആപ്പ് വഴി എനിക്ക് പറ്റാത്തത് കൊണ്ട് 21-ാം തീയതി ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വിളിച്ചത് ഞാനൊരു വൈകിട്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ അവർ പറഞ്ഞു 22-ാം തീയതി ഞായറാഴ്ചയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ പോലും ഈ ദിവസത്തിൽ ഇൻട്രസ്റ്റ് കൂടുന്നുള്ളൊരു കേസ് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ വിളിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ ആ ലോൺ അടയ്ക്കും. അപ്പൊ പോലും അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാണ്. എനിക്ക് വേണമെങ്കിൽ അവർ പറയുന്നത് പോലെ ഓഫീസിൽ പോയിട്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റും. ഞാൻ അതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്നെ പോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഒരിക്കലും ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോയ പൈസ തിരിച്ച് വാങ്ങിക്കാനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും. എനിക്ക് വേണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും ചെയ്തിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലും മിണ്ടാണ്ടിരിക്കാൻ അതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. എന്റെ അതേ പ്രശ്നങ്ങൾ ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബജാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ബജാജും തമ്മിൽ യാതൊരു വിധ വ്യത്യാസം ഉണ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.